ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടികൾ തുടങ്ങണം കേട്ടോ. എണീറ്റ പാട്ട് ചോറിന് വെള്ളം വെച്ച് നോക്കുമ്പോണ്ട് ലൈറ്റർ കാണാനില്ല. അമ്പുവാവ് അതെടുത്ത് കളിച്ചു വന്നുണ്ട്. പിന്നെ തീപ്പട്ടിയും കൊണ്ട് ഞാൻ പതുക്കെ തീയെല്ലാം കത്തിച്ച് രാത്രിയത്തെ കുറച്ച് കറി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ. അത് ഞാനൊന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കോവയ്ക്ക തോരനും അതുപോലെ ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചിക്കൻ കറി ആകുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്ക് ഉണ്ടാകും. പിന്നെ കടിക്കും, അത് മതിയല്ലോ. ചോറിൻ്റെ വെള്ളം തണുപ്പായതുകൊണ്ട് തന്നെ തിളയ്ക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ കെറ്റിലും കൂടി കുറച്ച് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പുറത്തോട്ട് ഒഴിക്കുന്നത്. അങ്ങനെ വെള്ളം തിളയ്ക്കാനായപ്പോൾ ഞാൻ അരി കഴുകിയിട്ടാണ്. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം. അതുമാത്രമല്ല, ഒന്ന് കണ്ണ് തെറ്റിയാൽ പായസവും ചെയ്യുന്നതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാണ് റേഷൻ അരി വെക്കാൻ. കാരണം ജിനുവാട്ടിന് ഉച്ചത്തേക്ക് കൊണ്ടുപോകാനുള്ളതുമാണല്ലോ. പായസം പോലെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമല്ലേ. അമ്പുവാവയാണെങ്കിൽ ഇന്ന് നല്ല സുഖത്ത് ഉറങ്ങണം കേട്ടോ. കാരണം നല്ല തണുപ്പല്ലേ. തണുപ്പായതുകൊണ്ട് തന്നെ അമ്പു എണീറ്റിട്ടില്ല. സാധാരണ എൻ്റെ ഒക്കത്തുണ്ടാവുന്ന കുഞ്ഞുവാവയാണ്. അമ്പു ഇല്ലാണ്ട് എനിക്ക് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. 11 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോകും വേണം കേട്ടോ. ഇപ്പം സമയം ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ജിനുവാട്ടിന് 9 മണിയാകുമ്പോഴേക്കും പോകും വേണം, പണികൾ തീർക്കുകയും വേണം. അങ്ങനെ ഞാനിത് കോവയ്ക്ക തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കോവയ്ക്ക കാണുന്നതന്നില്ല, എവിടെയാണ് വെച്ചതെന്ന് അറിയുന്നില്ല പച്ചക്കറികളുടെ ഇടയിൽ. അങ്ങനെ കോവയ്ക്കെല്ലാം കണ്ട് കോവയ്ക്കത്തെ കുനുകുനാന്ന് ഞാൻ അരിയുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിടുന്നുണ്ട്. തേങ്ങ ഒതുക്കിയിടാതെ വെക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. ജിനുവാട്ടിനും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ തേങ്ങ ചിലവിലൊരു പാടുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയുമാണ്. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിയണം. പിന്നെ മുറ്റത്ത് ഇന്ന് കുറേ പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പേരി ഇതാ അടുപ്പത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ചോറ് റെഡിയാവും കേട്ടോ. പിന്നെ വേറെ എന്താണ് എല്ലാവരെയും വിശേഷം? മഴ ഇപ്പം ഇല്ല കേട്ടോ. തണുപ്പിന് ഒരു കുറവുമില്ല. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല സുഖമുള്ള തണുപ്പ് പറയില്ലേ. മൂടിപ്പോയിച്ചങ്ങോട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ എണീക്കാൻ പോലും തോന്നില്ല. അതുപോലത്തെ ഒരു സുഖമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം വൈകുന്നത്. ഈ ഒരു ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. കുറേ നേരം കിടന്നുറങ്ങാം. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള 2-3 ഉള്ളി എടുക്കുന്നുണ്ട്. 2 ഉള്ളി മതി. ഉള്ളി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മധുരല്ലേ. അപ്പൊ കുക്കറിൽ കറി വെക്കാന്ന് കരുതുന്നത് കേട്ടോ. കുക്കറിലാകുമ്പോൾ 2 വിസിലടിച്ചിട്ട് ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറി വെക്കാന്ന് കരുതിയിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് നേരം വൈകി എണീറ്റത് കേട്ടോ. ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട്. ചിക്കൻ കറീൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇടുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇനി ചിക്കൻ്റെ കഷ്ണം കിട്ടിയിട്ടില്ലെങ്കിൽ അതിലുള്ള ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മതി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ മസാലയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ ജിനുവാട്ടിനോട് പറയാനാണെങ്കിൽ മറന്നും പോയി. ഇനിയിപ്പോൾ ജിനുവാട്ടിനായെന്ന് എനിക്ക് ചീത്ത വെക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും അതെ, ഒരു സാധനം ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഒരു എന്തെങ്കിലും തീർന്നു പോയത് ആ ഒരു സമയത്തായിരിക്കും എനിക്കാണെങ്കിൽ ഓർമ്മ വരിക. അതുകൊണ്ട് തന്നെ ഇതാ പിന്നെ പക്ഷെ കുഴപ്പമില്ല. ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും അതെല്ലാം വെച്ച് നമുക്ക് അടിപൊളിയൊരു ചിക്കൻ കറി ഉണ്ടാക്കാം അല്ലേ. അപ്പൊ ചിക്കൻ കറീന്റെ മണം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പൂച്ചകളെ 2 പേരും പെട്ടെന്ന് തന്നെ എനിക്കും. അച്ചുപൂച്ചയും ദേവപൂച്ചയും. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ പൊരിച്ചത് അല്ലെങ്കിൽ ചിക്കൻ കറി അവർക്ക് നിർബന്ധമായിട്ടും കിട്ടണം. അമ്പുവാവ എണീറ്റിട്ടുണ്ട്, ജിനുവാട്ടിനും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 2 പേരും അവിടെ നല്ല TV കാണലാണ് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഈ കവറുകളൊക്കെ നമുക്ക് ഹരിതകർമ്മസേന വരുമല്ലോ, അപ്പൊ നമുക്ക് പുറത്തേക്ക് എടുത്തു വെക്കാം. ഇന്നലെ ബാലൻസായി ഇത്രയും ചോറാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ആടും പശു ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോറ് കളയാനൊട്ട് വയ്യ. കോഴിക്ക് അങ്ങനെ കൊടുക്കല, മുട്ടക്കോഴി ആയതുകൊണ്ട്. അപ്പം ഞാനിങ്ങനെ വെക്കേണ്ടത് എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ കിളികളോ പട്ടികളോ അങ്ങനെ എന്തെങ്കിലും വന്ന് തിന്നോളും. ഇന്നലെ അനിയത്തി വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് മുന്തിരിയാണ് കേട്ടോ. മുന്തിരി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മുന്തിരിയിലല്ലേ അല്ലേ. കുട്ടികൾക്കാണെങ്കിൽ മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് ഇഷ്ടമാണ്. അതിനെക്കാട്ടി ഇഷ്ടം വെറുതെ ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കഴിച്ച് പിന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറേശ്ശെ കഴിച്ചോളും. അമ്പുവാവ് എണീറ്റ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാപ്പി വെക്കുന്നുണ്ട്. കാപ്പിയൊക്കെ ഞാൻ ഇങ്ങനെ കെറ്റിൽ വെള്ളം വെച്ചിട്ട് തന്നെയാണ് വെക്കാറ് കേട്ടോ. എനിക്കതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം, അത് തന്നെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ദോശയ്ക്കുള്ള മാവെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ദോശ ചൂടണം. ഇനി അമ്പുവാവിനെയും കൊണ്ട് ദോശ ചൂടലാണ് നമുക്ക് ഏറ്റവും വലിയ റിസ്ക്. അമ്പു ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ ഒക്കത്തുനിന്ന് വേറെ എവിടേക്കും പോയില്ല കേട്ടോ. ജിനുവാട്ടനെ എത്ര എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിക്കുറുമ്പം പോവില്ല. രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അവനെ എടുക്കണം. കാരണം കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്ന അവനറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയാണ്. ഇനി ഒരു ഗ്ലാസ് കാപ്പി ഒന്ന് കുടിച്ചാൽ മാത്രം മൂപ്പർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ദോശ ചുടുമ്പോൾ ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും ചുടാന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. അവന് ചുടാൻ ഇങ്ങനെ അറിയോ?
അങ്ങനെ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ആട്ടയുടെ ദോശയാണ് കേട്ടോ. ഇന്നലെ ഞാൻ അരി വെള്ളത്തിടാൻ മറന്നുപോയി. ആട്ടദോശയിൽ തേങ്ങയെല്ലാം ചിരകി നല്ല വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആട്ട ദോശ റെഡിയായി. അപ്പോഴത്തേക്ക് ഇതാ ബെഡൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി വെക്കണം. എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ നല്ല വൃത്തിയില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. ഞാൻ മടക്കിയിട്ടില്ലെങ്കിൽ വൈകുന്നേരം വരുന്നവർക്ക് ഇങ്ങനെ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ എല്ലാം കിടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് മാത്രമാണ് കേട്ടോ ഡ്യൂട്ടിക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തന്നെയല്ല വൈകുന്നേരം വന്നാലും ഉള്ള പാട്. അങ്ങനെ ഇതാ നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അമ്പുവാമ മൂത്രം ഒഴിക്കാറൊന്നും ഇല്ല കേട്ടോ കിടക്കയിൽ. എന്നാലും അമ്പുവിന് നമ്മൾ സെപ്പറേറ്റ് ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഒരു ബെഡ്ഷീറ്റും കൂടി നമ്മളിങ്ങനെ വിരിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇത്ര ദിവസമായിട്ട് കുഞ്ഞിക്കിളി കിടക്കയിലും മൂത്രം ഒഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്ക് എന്ന പോലെ ഞാനിങ്ങനെ ഒരു ഷീറ്റ് വിരിക്കാറുണ്ട്. അപ്പൊ ജിനുവേട്ടനാണെങ്കിൽ എന്നെ കളിയാക്കണ്ടേ, നിന്റെ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല രമ്യ, എന്നിട്ടാണോ നീ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. ജിനുവേട്ടൻ പോയിട്ടില്ല കേട്ടോ. കുറച്ചും കൂടി സമയമാകും ജിനുവേട്ടൻ പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ജിനുവേട്ടനെ രമ്യ വേഗം ഫുഡ് എടുക്കെങ്കിൽ പോവാനായി എന്ന് പറയുന്നുണ്ട്. കാരണം അമ്പുവാവേനെ കൊണ്ടാക്കിയിട്ട് വേണം ജിനുവാട്ടിന്റെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജിനുവാട്ടിന് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തു കൊടുത്ത് ജിനുവാട്ടിന് ലഞ്ചൊക്കെ ഞാനിതാ ഉച്ചത്തേക്കുള്ളതൊക്കെ ഞാൻ ബാഗിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുപ്പി വെള്ളം കൂടി ജിനുവാട്ടിന് ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോഴത്തേക്കും ജിനുവാട്ടൻ തന്നെ ഹോൺ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്പൂനെയും കൊണ്ട് ഓടി പോവാണ് കേട്ടോ. അമ്പു ആണെങ്കിൽ അച്ഛമ്മേൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അമ്പൂന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് ഓടിപ്പോവാൻ വേണ്ടിയിട്ട്. ജിനുവേട്ടനോട് പറയുന്നുണ്ട് കോലുമുട്ടായും ജ്യൂസും വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു പോകുമ്പോൾ കേട്ടോ. എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനില്ലല്ലോ. അങ്ങനെ അവർ പോകുന്നത് നോക്കി ഞാനിങ്ങനെ നിന്നതിന് ശേഷം എൻ്റെ ബാക്കി പണികളിലേക്ക് ഞാൻ കടന്നിട്ടോ. അച്ചൂനും ദേവനും സോഫേൻ്റെ മേലെ താഴേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അകം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വെള്ള ടൈൽ ഞാൻ സെലക്ട് ചെയ്തത് ഞാനാണെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞ് വെള്ളമോ പൊടി എന്തായാലും ഈ ടൈലിൽ കാണാട്ടോ. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ 2 പ്രാവശ്യം ഞാൻ ഈ ഹോളും ഡൈനിങ് ഏരിയ ഒക്കെ ഇങ്ങനെ തുടയ്ക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുറ്റത്തിലേക്ക് കിടന്ന്, മുറ്റത്ത് നല്ല പൊടിയാണ്. കാരണം പകൽ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ് കേട്ടോ. മുറ്റൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് അടിച്ചു വാരിയിട്ടുണ്ട്. 2 ദിവസം മുന്നേ അമ്മേൻ്റെ അടുത്ത് പോയി വന്നപ്പോൾ കുറച്ച് തേങ്ങ തൊണ്ടോട് കൂടിയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തേങ്ങയ്ക്ക് 19 രൂപ എന്ന കണക്കിന്. അപ്പോൾ ജിനുവേട്ടൻ എന്നല്ല എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രമ്യ ആ തേങ്ങ എല്ലാം ഒന്ന് പെറുക്കിയിട്ട് ബാക്ക് സൈഡിൽ കൊണ്ടുവെക്കണമെന്ന്. അത് ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ തേങ്ങ എല്ലാം വാരി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇനിയിപ്പോൾ ആവശ്യത്തിന് നമുക്ക് പൊളിച്ചെടുത്താൽ മതിയല്ലോ. ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്ന തേങ്ങ കുഞ്ഞു തേങ്ങയായിരുന്നു. പക്ഷെ ഇത് നല്ല വലിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിരിക്കും ചിരകാൻ വേണ്ടിയിട്ട്. അങ്ങനെ തേങ്ങയെല്ലാം വാരി കൊട്ടയിലാക്കിയതിന് ശേഷം ഞാൻ ആ സൈഡും കൂടി നടിച്ചിടുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ജിനുവാട്ടം കൊണ്ടുവന്നിട്ടതാണ് ഈ ഒരു വെള്ള കളർ പൊടി കാണുന്നത്. കുമ്മായാണ് കേട്ടോ. കുമ്മായി ഇവിടെ നിന്നാണ് ജിനുവാട്ടം ഇങ്ങനെ നീറ്റി എടുത്തത്. അതുകൊണ്ട് തന്നെ ആ പൊടിയൊക്കെ അകത്തും പുറത്തേക്കൊക്കെ ആവുന്നുണ്ട്. കാരണം അതൊക്കെ ഞാനൊന്ന് അടിച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് കോഴിക്ക് തിന്നാൻ കൊടുക്കണം, തത്തമ്മയ്ക്ക് തിന്നാൻ കൊടുക്കണം, മിക്കി മോൾക്ക് തിന്നാൻ കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അച്ചൂനും ദേവൂനും വിശപ്പിളകിയിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറയാണ് ഒന്ന് മുറ്റടിച്ച് കഴിയട്ടെ എന്നിട്ട് വരാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, അമ്മ 2 ദിവസം മുന്നേ പോയ സമയത്ത് എനിക്ക് കരിമ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കരിമ്പ് എനിക്ക് നടാനുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഞാൻ കരിമ്പും കൂടി നടാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് കരിമ്പ് നടുന്നത്. കരിമ്പ് എന്ത് രസമല്ല, കരിമ്പ് ഇഷ്ടമല്ലാത്ത ആരാളുള്ളത്. അപ്പം നമ്മുടെ വീട്ടിലും കരിമ്പുണ്ടെന്നുണ്ട്, നല്ല തറവാട്ടിലൊക്കെ കരിമ്പുണ്ട് കിട്ടുക. നമുക്ക് എപ്പോൾ പോയാലും അവിടെ നിന്ന് പറിക്കെങ്കിലും സ്വന്തം വീടിൻ്റെ മുറ്റത്ത് കരിമ്പുണ്ടാവുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ കരിമ്പൊക്കെ ഒന്ന് നട്ട് വെക്കുന്നുണ്ട്. കരിമ്പ് നട്ടതിന് ശേഷം നമ്മൾ കോഴി നല്ല കരച്ചില്ല. ഈ ഒരു സമയത്ത് കോഴിക്കുട്ടിക്ക് തിന്നാൻ കൊടുക്കണം. ഒരു 5-6 കോഴി ഉണ്ടായിരുന്നതാണ് കേട്ടോ. ബാക്കിയെല്ലാം ചത്തുപോയി. അപ്പോൾ അവക്ക് നമ്മൾ ചോറൊന്നും കൊടുക്കുകയില്ല കേട്ടോ. ഇവക്ക് സെപ്പറേറ്റ് തീറ്റ വാങ്ങിയിട്ട് ആ തീറ്റ മാത്രം ഇട്ട് കൊടുക്കാറ്. അതും ഒരു പാത്രത്തിൽ വെള്ളവും വെക്കും കേട്ടോ. അപ്പം വൈകുന്നേരം വരയ്ക്ക് അവൾക്ക് ഇനി അത് മതി. അങ്ങനെ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് ദോശയും ചിക്കൻ കറിയാണ് ഞാൻ കഴിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലത്തെ വിശേഷങ്ങളും പിന്നെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എനിക്ക് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നോക്കണം. പിന്നെന്താണ്, നിങ്ങൾക്ക് വേറെന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം വേറെ ഒന്നും തന്നെ പറയാനില്ല ഗൈസ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. അയ്യോ മറന്ന്, ഇനി എനിക്ക് പാത്രം കൂടി കഴുകി വെക്കാനുണ്ട് ഗൈസ്. ടാറ്റ പറഞ്ഞ് പോവാൻ റെഡി ആയിട്ടില്ല. അങ്ങനെ വീട്ടിലുള്ള ഏകദേശം എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി അടുക്കളയൊക്കെ ഫുൾ സെറ്റ്
സെറ്റാക്കിയതിന് ശേഷം ഞാനിതാ എൻ്റെ കാര്യമായ പരിപാടികളിലേക്ക് പോവാണ് കേട്ടോ. ഇനി ഒരുങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പം എൻ്റെ ദേവക്കുട്ടി എന്നെ കരഞ്ഞു വിളിക്കുന്നുണ്ട് കേട്ടോ, വിശന്നുണ്ട്. അപ്പം